തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ കൂടുതൽ വ്യവസായ സൗഹൃദമാക്കുന്നതിനായി ചട്ടങ്ങളിൽ സമഗ്രമായ മാറ്റം കൊണ്ടുവരാൻ സർക്കാർ മേഖലയിൽപ്പെട്ട കാറ്റഗറി 1 വിഭാഗത്തിലുള്ള സംരംഭകർക്ക് പഞ്ചായത്തുകളുടെ ലൈസൻസ് വേണ്ട. എന്നാൽ വ്യവസായ മേഖലയല്ലാത്ത കാറ്റഗറി 1 സംരംഭങ്ങൾ ആരംഭിക്കുന്നതിന് പഞ്ചായത്തുകളുടെ അനുമതി തേടണം. എന്നാൽ ഒരു അനുമതിയും പഞ്ചായത്തുകൾക്ക് നിഷേധിക്കാൻ അധികാരമില്ലെന്നും മന്ത്രി പറയുന്നു. ഇപ്പോൾ സംസ്ഥാന സർക്കാർ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സുമായി ബന്ധപ്പെട്ട് 47 പരിഷ്കരണങ്ങളാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മാത്രം സ്വീകരിച്ചിട്ടുള്ളത്. 2024 ഒറ്റ വർഷം 47 പരിഷ്കരണ നടപടികൾ സംസ്ഥാനത്തെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് സ്വീകരിക്കുകയുണ്ടായി. ഇപ്പോൾ കെട്ടിട നിർമ്മാണ ചട്ടങ്ങളിൽ ഉൾപ്പെടെ ജനോപകാരപ്രദമായിട്ടുള്ള അനേകം മാറ്റങ്ങളാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഇപ്പോൾ സുതാര്യത വർദ്ധിപ്പിക്കുന്നതിനു വേണ്ടി കൂടുതൽ വിവരങ്ങൾ പങ്കുവയ്ക്കുന്നതിനായി ഡാഷ്ബോർഡ്, സിറ്റിസൺ പോർട്ടൽ എന്നിവയടക്കം പരിഷ്കരിച്ചു. കെട്ടിട നിർമ്മാണ പെർമിറ്റ് ഫീസിൽ 60% വരെ കുറവ് വരുത്തുകയുണ്ടായി. സ്മാർട്ടിൻ്റെ ആദ്യഘട്ടം മുതൽ തന്നെ വ്യവസായ സൗഹൃദ നിർദ്ദേശങ്ങളും കൂടി ഉൾക്കൊണ്ടുകൊണ്ടാണ് സോഫ്റ്റ്വെയർ വികസിപ്പിച്ചത്. ഏപ്രിലിൽ പഞ്ചായത്തുകളിൽ കൂടി സ്മാർട്ട് വിന്യസിക്കുന്നതോടെ ഈ ഗവേണൻസ് മേഖലയിൽ ഉണ്ടാവുന്ന വലിയ മുന്നേറ്റം വ്യവസായ സൗഹൃദ അന്തരീക്ഷത്തെ കൂടുതൽ മെച്ചപ്പെടുത്തും. അലക്സ മുഹമ്മദ് തിരുവനന്തപുരത്ത് വിശദാംശങ്ങളുമായി ചേർന്നു. അലക്സ, ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ഇൻഡെക്സിൽ കേരളത്തിന്റെ നേട്ടം ഏറെ ചർച്ചയാകുമ്പോൾ വീണ്ടും കുറച്ചുകൂടി സുതാര്യത വരുത്തുന്നു കാര്യങ്ങൾക്ക്. പഞ്ചായത്തിന് വ്യവസായിക ലൈസൻസിനുള്ള അനുമതി നിഷേധിക്കാനാകില്ല. അതിനപ്പുറത്തേക്ക് ചില സ്ഥാപനങ്ങൾ തുടങ്ങാൻ ചില കാറ്റഗറിയിൽപ്പെടുന്ന ഇടങ്ങളിൽ ലൈസൻസ് വേണ്ടെന്നും പറയുന്നു. കാര്യങ്ങൾ കുറച്ചുകൂടി സുതാര്യമാക്കുന്നു, എളുപ്പമാക്കുന്നു, വ്യവസായങ്ങൾ തുടങ്ങാനുള്ള ജാലകങ്ങൾ കുറച്ചുകൂടി വേഗത്തിലുമാക്കുന്നു. എന്തൊക്കെ വിശദാംശങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് തരാനുള്ളത്? സുഹൈൽ, സംസ്ഥാനത്തെ തദ്ദേശ സ്ഥാപനങ്ങളെ സംരംഭക സൗഹൃദമാക്കുക, നിക്ഷേപ സൗഹൃദമാക്കുക, വ്യവസായ സൗഹൃദമാക്കുക തുടങ്ങിയ ഉദ്ദേശത്തിലാണ് അത്തരത്തിൽ സമഗ്രമായ മാറ്റങ്ങൾ തദ്ദേശ നിയമങ്ങളിലും ചട്ടങ്ങളിലും മാറ്റം കൊണ്ടുവരാൻ വകുപ്പ് ഉദ്ദേശിക്കുന്നതെന്നാണ് മന്ത്രി ആമുഖമായി പറഞ്ഞത്. നേരത്തെ തന്നെ ഇതിനായി ഒരു സമിതിയെ നിയോഗിച്ചതാണ്. ആ സമിതിയുടെ ശുപാർശകൾ വകുപ്പിലേക്ക്, മന്ത്രിയിലേക്ക് കിട്ടിയിട്ടുണ്ടെന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. ഈ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസിൻ്റെ ഭാഗമായി 47 പരിഷ്കരണങ്ങളാണ് പ്രധാനമായി നടത്തുന്നതെന്ന് മന്ത്രി വ്യക്തമാക്കുന്നുണ്ട്. അതിൽ പ്രധാനം ലൈസൻസ് ചട്ടങ്ങളിലുള്ള സമഗ്രമായ മാറ്റമാണ്. നിയമവിധേയമായ ഏതു സംരംഭത്തിനും തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്ന് ലൈസൻസ് ലഭിക്കുന്നതിന് വ്യവസ്ഥ കൊണ്ടുവരുമെന്ന് മന്ത്രി വ്യക്തമാക്കുന്നു. വീടുകളിൽ സൂക്ഷ്മ സംരംഭങ്ങൾ ആരംഭിക്കാനുള്ള പ്രോത്സാഹനം നൽകും. സൂക്ഷ്മ സംരംഭങ്ങൾക്ക് വായ്പ നിലവിലെടുക്കാൻ പ്രയാസമുള്ളൊരു സാഹചര്യമുണ്ട്. തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്ന് ലൈസൻസ് ലഭിക്കുന്നതോടെ സൂക്ഷ്മ സംരംഭങ്ങൾക്ക് ബാങ്കുകളിൽ നിന്ന് വായ്പ എടുക്കാൻ കഴിയുമെന്നാണ് മന്ത്രി വ്യക്തമാക്കുന്നത്. പഞ്ചായത്തുകളിൽ വ്യവസായ മേഖലയിലെ കാറ്റഗറി 1 സംരംഭങ്ങൾക്ക് ലൈസൻസിന് പകരം രജിസ്ട്രേഷൻ ആയിരിക്കും കൊണ്ടുവരാൻ ഉദ്ദേശിക്കുക എന്ന് മന്ത്രി വ്യക്തമാക്കുന്നു. അതൊരു പ്രധാനപ്പെട്ട മാറ്റമാണ്. അദ്ദേഹം പറയുന്നത് നിയമവിധേയമായ ഏതു സ്ഥാപനത്തിനും തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്ന് ലൈസൻസ് ലഭിക്കും. ഇതുമായി പഞ്ചായത്തുകളിൽ വ്യവസായ മേഖലയിലെ കാറ്റഗറി 1 സംരംഭങ്ങൾക്ക് ലൈസൻസിന് പകരം രജിസ്ട്രേഷൻ കൊണ്ടുവരുന്ന ആ ഒരു നടപടി ഒരു പ്രധാനപ്പെട്ട ഏടായി അദ്ദേഹം പറയുന്നുണ്ട്. കാരണം നിലവിൽ സംരംഭത്തിന് ഇത്തരത്തിൽ എല്ലാവിധമായ നിയമങ്ങളും ചട്ടങ്ങളും പാലിച്ച ഒരു സംരംഭമായി മുന്നോട്ട് പോയാൽ അതിന് അനുമതി നൽകാത്തൊരു സാഹചര്യം പലയിടത്തും നിലനിൽക്കുന്നുണ്ട്, ലൈസൻസ് നൽകാത്ത സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. അതിന് മാറ്റമുണ്ടാകുമെന്ന് അദ്ദേഹം പറയുന്നു. ഇതിൽ സുഹൈൽ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അത്തരമൊരു പരിഷ്കരണം കൊണ്ടുവരുമ്പോൾ സ്വാഭാവികമായി ഉയർന്നു വരുന്ന ചോദ്യം ഈ പാലക്കാട് എലപ്പുള്ളിയിലെ ബ്രുവറിയുമായി ബന്ധപ്പെട്ടാണ്. കാരണം എലപ്പുള്ളി പഞ്ചായത്ത് ഈ ബ്രുവറിക്ക് അനുമതി ലൈസൻസ് നൽകിയിട്ടില്ല. അതിൽ ആ പഞ്ചായത്ത് തന്നെ വലിയ അമർഷവും മറ്റുമൊക്കെ രേഖപ്പെടുത്തുകയാണ്. അപ്പോൾ മന്ത്രിയോട് നമ്മൾ ചോദിച്ചത് അത് അത്തരത്തിൽ ബ്രുവറിക്ക് അനുമതി നൽകുന്നതിന് വേണ്ടിയാണോ ആ ചട്ടത്തിൽ പരിഷ്കരണം കൊണ്ടുവന്നത്, മറികടക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയതെന്ന ചോദ്യം മാധ്യമപ്രവർത്തകർ ചോദിച്ചു. മന്ത്രി പറയുന്നത് അതല്ല, ഇതൊരു പ്രോഗ്രസീവായ നീക്കമാണ്, ഒരു പുരോഗമനപരമായ ഒരു നീക്കമാണ് സർക്കാർ നടത്തുന്നത്. കാരണം നിലവിൽ വിവിധ നിക്ഷേപങ്ങൾ അല്ലെങ്കിൽ വിവിധ സംരംഭങ്ങൾ തദ്ദേശ സ്ഥാപനങ്ങൾ ആരംഭിക്കുന്നതിന് വലിയ തടസ്സം നിലനിൽക്കുന്നുണ്ട്. അത് മറികടക്കണം. ആ ഉദ്ദേശത്തോടെ വളരെ നേരത്തെ തന്നെ തുടങ്ങിയതാണ് ഈ പദ്ധതി അല്ലെങ്കിൽ ഈ നീക്കമെന്നാണ് അദ്ദേഹം പറയുന്നത്. ഇതിൽ എലപ്പുള്ളി ബ്രൂവറിയുമായി ബന്ധപ്പെട്ട ഒരു കാര്യവും ഇതിലേക്ക് ആഡ് ഓൺ ചെയ്യേണ്ട എന്നാണ് മന്ത്രി വ്യക്തമാക്കുന്നത്. എന്താണെങ്കിലും സമഗ്രമായ മാറ്റം തദ്ദേശ വകുപ്പുമായി ബന്ധപ്പെട്ടുണ്ടാകുന്നു. അതിൻ്റെ മറ്റു ചർച്ചകൾ, അതായത് ശുപാർശ അംഗീകരിക്കുന്നതടക്കമുള്ള കാര്യങ്ങളിലേക്ക് അടുത്ത ദിവസങ്ങളിൽ വകുപ്പ് കടക്കും. സുഹൈൽ, വ്യാവസായിക അനുമതിക്ക് പഞ്ചായത്തിന്റെ അധികാര പരിധികൾ വെട്ടിച്ചുരുക്കുന്നത് മുൻകാല പ്രാബല്യമുണ്ടോ എന്നുള്ളതും പ്രസക്തമായി തന്നെ വരും. ഇത് വ്യവസായ സൗഹൃദമാക്കാനാണോ ബ്രൂവറിക്ക് അനുകൂലമാക്കാനാണോ എന്ന വിവാദങ്ങൾ കൂടി ഇതിൻ്റെയോടൊപ്പം തന്നെ ഇപ്പോൾ തന്നെ ഉയർന്നു വന്നിട്ടുണ്ടെന്നതും ശ്രദ്ധേയമായ കാര്യമാണ്.